പ്രിസൈഡിംഗ് ഓഫീസറെ, വരണാധികാരിയെ കയ്യോടുകൂടി പിടികൂടിയത് ഓർക്കുന്നുണ്ടല്ലോ? ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്. അവിടെ ഈ CCTV ദൃശ്യങ്ങൾ ഇല്ലാതിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി? വോട്ട് ടാമ്പറിങ്, വോട്ടിൽ കൃത്രിമം നടത്തുക, വോട്ട് ചെയ്ത് ഞാനടക്കമുള്ള ആളുകൾ നൽകിയാൽ അതിൽ കൃത്രിമം നടത്തി. ആരാ? നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു വന്നതായ BJP-കാരൻ തന്നെയാണ് വരണാധികാരിയായി അത്തരത്തിൽ വന്ന് ആ വരണാധികാരി ഈ CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ അന്നത്തെ അവസ്ഥ എന്നുള്ളത്. എന്ന് മാത്രമല്ല, BJP എടുത്തൊരു നിലപാടുണ്ട് സുപ്രീം കോടതിയിൽ, നമുക്കൊന്നുകൂടി വോട്ടെടുപ്പ് നടത്താം എന്നുള്ളത്. സുപ്രീം കോടതി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചതായി പ്രഖ്യാപിച്ച്, ജയിച്ച സ്ഥാനാർത്ഥിയെ തോറ്റതായി പ്രഖ്യാപിച്ച് ഇവിടെ പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയനാകണം എന്ന് പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു സുപ്രീം കോടതി അന്ന് കൈയോടുകൂടി പിടികൂടി അവിടെ അങ്ങനെ വെച്ചത്? സേഫ് കസ്റ്റഡിയിലേക്ക് എടുത്തത്: 1, ബാലറ്റ് പേപ്പറുകൾ; 2, മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും വീഡിയോഗ്രാഫി; 3, പ്രിസൈഡിംഗ് ഓഫീസറുടെ കൈവശമുള്ളതായിട്ടുള്ള എല്ലാ രേഖകളും, ഒപ്പം ആ റിട്ടേണിംഗ് ഓഫീസറെ. ഇത്തരത്തിൽ സുപ്രീം കോടതി ചെയ്യേണ്ടി വന്നതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് ഈ രാജ്യം എത്തിയെന്ന് പറയുമ്പോൾ ഇത് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് മാത്രമായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ BJP-ക്ക് ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു ചെറിയ കുറവുണ്ടായപ്പോഴത്തേക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇവരുടേതായിട്ടുള്ള സീറ്റുകളിൽ വലിയ ഇടിവുണ്ടായത്? അജിംസിൻ്റെ കയ്യിൽ ആ ഡാറ്റ കാണും ചിലപ്പോൾ. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ ഇപ്പോൾ നമ്മളൊന്ന് 2014 ആദ്യമായി BJP-ക്ക് ഒരു വോട്ട് ഷെയർ 31% കിട്ടുകയാണ്. ആ 31% വോട്ട് കിട്ടിയപ്പോഴത്തേക്ക് 2014 ആണ്ടിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ പകുതിയിലേറെയും അവർക്ക് ലഭിച്ചു. കോൺഗ്രസിന് 19.3% വോട്ട് കിട്ടിയപ്പോൾ വെറും 44 സീറ്റുകളാണ് ലോക്സഭയിൽ കിട്ടിയത്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരും. 2024 ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭ BJP-ക്ക് 240 സീറ്റുകളെ കിട്ടിയുള്ളൂ. 36.56% വോട്ട് കിട്ടിയിട്ടും. അതായത് വോട്ടിംഗ് ശതമാനവും സീറ്റുകളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള അതിൻ്റെ അനുപാതവും വൈരുദ്ധ്യവും എല്ലാം തന്നെ വളരെ ക്ലിയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ഉയർത്തിയത്, അതിൽ പിശകുണ്ടാവട്ടെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ ഫാക്ച്വൽ എറർ ഉണ്ടാവട്ടെ, പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും ചെറുതല്ലല്ലോ. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താക്കളായി യൂണിയൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ BJP നേതാക്കൾ വരികയാണ്. അതിന്റെ ചുരുക്കം എന്താണെന്നറിയാമോ ജംസേ? ചില വലിയ പ്രമാണിമാർ ഒരു നിമിഷം സമ്പത്ത്, അങ്ങ് പറഞ്ഞു CPM പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിവേദനം കൊടുത്തുവെന്ന്. നിങ്ങളിപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് കരുതി വോട്ടിംഗ് പ്രക്രിയയിലെ ക്രമക്കേടുകൾ അവരുടെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ അക്കൗണ്ടബിൾ ആക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി തിരിച്ചു ചോദിക്കുകയാണ്. അദ്ദേഹം ഒരു സ്റ്റെപ്പ് ഹെഡാണ് നിങ്ങളെക്കാൾ. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് എക്സ്പോസ് ചെയ്യുകയാണ് അവരെ. അപ്പോൾ നിങ്ങളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിവേദനം കൊടുക്കുകയാണ്.